ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ CVZ എക്സ്ട്രീം വണ്ടി വർക്കിന് വന്നതാണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽഡാണ്. അപ്പോൾ അത് നമുക്ക് പാസ്സാക്കണം. പിന്നെ ചെയിനും ബ്രേക്കൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ പൊല്യൂഷൻ ചെക്ക് ചെയ്തപ്പോൾ കാർബൺ വളരെ കൂടുതലായിട്ടുണ്ട്, ഹൈഡ്രോ കാർബൺ വളരെ കൂടുതലുണ്ട്. അപ്പോൾ തന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് നോയ്സും ഉണ്ട്, ചെറിയ ചിലമ്പൽ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഓയിലിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓയിലിൻ്റെ ലെവൽ വളരെ കുറവാണ്. അപ്പോൾ ഓയിലിൻ്റെ അവസ്ഥ തന്നെ ഞാൻ എന്തോരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഊറ്റി നോക്കിയതാണ്. ലെവൽ വളരെ കുറവുണ്ട്. അപ്പോൾ ഇതിനെ ഈ പഴയ ഓയിലിനകത്തേക്ക് പുതിയത് മിക്സ് ചെയ്യണോ, ടോപ്പ് എപ്പോൾ ചെയ്താൽ മതിയോ, ഇനി അതല്ലെങ്കിൽ മാറ്റണോ എന്നുള്ള ദിവസം നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. നിലവിൽ നമുക്ക് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട വർക്ക് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ചെയിനും ബ്രേക്കുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ഓയിൽ ലെവൽ കുറവ് കണ്ട കാരണം ജസ്റ്റ് ഒന്ന് കയറ്റി ഒന്ന് അഴിച്ചു നോക്കിയതാണ് എത്രത്തോളം ഉണ്ടെന്നുള്ള ദിവസം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. അതായത് അതിൻ്റെ വാൽവിൻ്റെ ഗൈഡ് കംപ്ലയിൻറ്റ്, ക്യാമിൻ്റെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. കാരണം ചെറിയ സൗണ്ട് വേരിയേഷൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. വണ്ടി ട്രയൽ ചെയ്യുന്ന സമയത്തായാലും 3rd ഗിയർ 4th ഗിയറൊക്കെ മൂളിച്ച് സൗണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ ഈ കേസാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എഞ്ചിൻ ഓയിൽ എന്തെങ്കിലും മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടുണ്ടോ ചില ദിവസം നോക്കാം. കാരണം ഞാൻ ഇപ്പോൾ ഓയിൽ ഒരുപാട് കളർ വേരിയേഷൻ കണ്ട കാരണമാണ് ഞാനിപ്പോൾ അങ്ങനെ ഡൗട്ട് വന്നതിൻ്റെ കേസ്. നോക്കിയിട്ടൊന്ന് പറയേ മാറ്റണോ വേണ്ടയോ, ഇനി അതല്ലെങ്കിൽ ടോപ്പ് ചെയ്താൽ മതിയോ എന്ന് നോക്കി എന്തെങ്കിലും നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.